ചോദ്യം ഇതാണ് 1.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 0.2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് 1.5 സ്ക്വയർ 1.5 ഇൻറ്റു 1.5 1.5 എന്ന് പറഞ്ഞാൽ പിന്നെ ദശാംശം 15 15 ഇൻറ്റു 15 225 ദശാംശം ഇല്ല എന്ന് കരുതി ഗുണിക്കുക 15 15 225 എത്ര ദശാംശം നീക്കണം? 0.5. അപ്പോൾ ഒരു താരം അടുത്തതിലുണ്ട് 1.5 ഇൻറ്റു 1.5 ഓരോന്നിനും രണ്ട് സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ രണ്ട് സ്ഥാനം നീക്കാം. നമുക്ക് എന്ത് കിട്ടും? 2.25. അതായത് 1.5ന്റെ സ്ക്വയർ 2.25 ആണ്. 0.2ന്റെ സ്ക്വയർ പോയിന്റിൽ 2 × 2 4 0.2 ഇൻറ്റു 0.2 ഇവിടെ ഒരു സ്ഥാനമുണ്ട്, അവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ 4 ഒരു സ്ഥാനം നീക്കി എന്ത് വേണം? ഒന്നുകൂടി കിട്ടണം. സ്ഥാനമില്ല. 0.2 എന്ത് കിട്ടി? 0.04 0.04 എന്ന് കിട്ടും. ഇനിയോ 2.25 ഇൻറ്റു 0.04 ദശാംശം ഇല്ലെങ്കിൽ 225 4 കൊണ്ട് ഗുണിക്കാം. 225 4 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 225 ഇരട്ടി 450 450 ഇരട്ടി 900 അങ്ങനെ ഗുണിക്കാം. അല്ലെങ്കിൽ 225 4 കൊണ്ട് നിങ്ങൾ ഗുണിച്ചു നോക്കുക. 900 എന്ന് നമുക്ക് ഉത്തരം. ഇനിയോ എത്ര സ്ഥാനം നീക്കണം? ഇവിടെ 0.2 1 2 ഇവിടെയോ അവിടെയും 2 സ്ഥാനം നീക്കാം. അപ്പൊ എത്ര വന്നു? 4 സ്ഥാനം. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 4 സ്ഥാനം നീക്കണം. 4 സ്ഥാനം നീക്കാൻ ഇവിടെ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. 1 2 3 എന്ത് ചെയ്യും? നാലാമത്തെ എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുക്കണം. പിന്നെയോ അപ്പൊ 0.0900 എന്നാണ് ഉത്തരം. 0.0900 അതുകൂടെ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ ഉള്ളത് 0.0 അത് 0 പ്രശ്നമല്ല. 0.0900 അതുകൂടെ ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടുത്തെ 2 0 ഒഴിവാക്കിയിട്ട് ഉത്തരം ഇതും ഒന്ന് തന്നെയല്ലേ. ഇത് എത്ര പൂജ്യത്താലും ഇതിന് മാറ്റം വരാതെ എത്ര പൂജ്യം വരുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം 0.0900 എന്നുള്ളതിനെ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? 0.09 അവസാനത്തെ 0 ഒഴിവാക്കുക. അപ്പൊ നമുക്ക് ഉത്തരം അവിടെ 0.09 എന്ന്. അതായത് ബി ആണ് ഇതിന്റെ ഓപ്ഷൻ 0.0. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതാം? 1.5 ഇൻറ്റു 0.2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1.5 ഇൻറ്റു 0.2 ദശാംശം ഇല്ല എന്ന് നമുക്ക് 15 15 ഇൻറ്റു 2 30. ഇത് എത്ര സ്ഥാനം നീക്കണം? ഇവിടെ 1 ഇവിടെ 1 2 സ്ഥാനം നീക്കണം. അപ്പൊ എന്ത് കിട്ടി? 0.30. അതിനെ വേണമെങ്കിൽ നമുക്ക് 0 ഇപ്പുറത്തിട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 0.30 അതിന്റെ സ്ക്വയർ 0.30 എന്ന് പറഞ്ഞാൽ 0.30 പിന്നെ 0ന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് 0.3 സ്ക്വയർ 0.3ന്റെ സ്ക്വയർ എങ്ങനെ കാണും? 9 പോയിന്റ് വിചാരിക്കുക 9. ഇനിയോ
സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ ഒരു സ്ഥാനമാണെങ്കിൽ സ്ക്വയറിൽ 2 സ്ഥാനം, ഇവിടെ 2 ആണെങ്കിൽ അവിടെ 4, ഇരട്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ എത്ര വേണം? 2 വേണം. 2 ഇവിടെ 1 ഉള്ളൂ. അപ്പൊ എന്ത് വേണം? ഇവിടെ ഒരു 0 കൊടുക്കണം, പിന്നെ ഒരു പോയിന്റ് 0.9. ആ പോയിന്റ് 0.9 തന്നെയാണ് 0.09. 0.09 ആ ഓപ്ഷൻ ഡി ആയിട്ട് കിട്ടുന്നു. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ എളുപ്പം അത് ചെയ്യും. നിങ്ങൾ ഏതാണോ പ്രാക്ടീസ് ചെയ്തത് ആ രീതിയിൽ ചെയ്താൽ എങ്ങനെയാലും കുഴപ്പമില്ല. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന വഴി ഏതാണോ അത് ചെയ്യുക. ഓക്കെ.